ഇനി അടുത്തതായിട്ട് കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓൾറെഡി പഠിച്ചതാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇസ് ദ function of inputs in order to produce desired level of outputs. Q is equal to f of x1 and x2, or Q is equal to function of L and K. അപ്പോൾ production function is the function of labor and capital. Production function is the function of factor 1 x1 and factor 2 x2. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ CW കോബും അതേപോലെ പോൾ എച്ച് ഡഗ്ലസ് എന്ന് പറയുന്ന രണ്ടു പേര് അമേരിക്കയിലുള്ള കുറച്ച് ഫാക്ടറീസിൽ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തു. On the basis of that studies, they formulated Cobb-Douglas, a production function called Cobb-Douglas production function. Okay, കോബും ഡഗ്ലസും ഒന്നിച്ചു ചേർന്ന് സ്റ്റഡീസ് അമേരിക്കയിലുള്ള ചില ഫാക്ടറീസിൽ പോയിട്ട് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുകയും ആ സ്റ്റഡീസിന് ആ പ്രൊഡക്ഷൻ ഫംഗ്ഷന് അവർ ഒന്നിച്ച് കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന പേര് നൽകുകയും ചെയ്തു. According to this production function, Q is equal to x1 raised to alpha, x2 raised to beta. Okay, നമുക്ക് ഓൾറെഡി അറിയാം x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ടർ 1 ആണ്, x2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ടർ 2 ആണ്, x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേബർ ആക്കാം, x2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ആക്കാം. ഓക്കെ, and alpha and beta are the constants. Ini this Cobb-Douglas production function is a linearly homogeneous production function. This is a linearly homogeneous production function which states that if the inputs, if the factors are increased by t times, then the output will also increase by t times. Okay, അങ്ങനെയാണെങ്കിൽ it also stated that there are 3 stages of production function. That is, if alpha plus beta is equal to 1, it is CRS, constant returns to scale. And if alpha plus beta is greater than 1, then it is increasing returns to scale. And if alpha plus beta is less than 1, it is diminishing returns to scale. Okay, so there are 3 stages in Cobb-Douglas production function, that is increasing returns to scale, decreasing returns to scale, and constant returns to scale. If alpha plus beta is equal to 1, then it is constant returns to scale. Examiners സ്ഥിരം നമ്മൾക്ക് ചോദിക്കാറുണ്ട്, ഇങ്ങനെയുള്ള 1 മാർക്കിൻ്റെ ചോദ്യമായിട്ട് എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് Cobb-Douglas production ഫംഗ്ഷനിൽ സ്റ്റേറ്റ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ അല്ലെങ്കിൽ ഇൻക്രീസിങ് ഏത് റിട്ടേൺസ് ടു സ്കെയിലാണ് എന്ന് ചോദിക്കാറുണ്ട് നമ്മൾക്ക് എക്സാമിന്. ഓക്കെ, അതേപോലെ തന്നെ ഈ എക്സാമിന് നമ്മൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് പ്രോബ്ലംസും വരാറുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 1, ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ആൽഫ പ്ലസ് ബീറ്റ ഇസ് greater than 1, it is increasing returns to scale. If alpha plus beta is less than 1, then it is diminishing returns to scale. അപ്പോൾ എക്സാമിന് എങ്ങനെയാണ് പ്രോബ്ലം വരാറ് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നോക്കൂ, നമ്മളുടെ ബോർഡിലേക്ക് നോക്കൂ എങ്ങനെയാണ് പ്രോബ്ലം എന്നുള്ളത്. In the production function, if Q is equal to
5x1 raised to 2, x2 raised to 4. Okay, if x1 is equal to 3 and if x2 is equal to 2. Okay, ക്വസ്റ്റ്യൻ നമ്മൾക്ക് തന്നു കഴിഞ്ഞു. പ്രൊഡക്ഷൻ ഫങ്ഷനാണ് കാണാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിലുള്ള ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? q is equal to 5x1 raised to 2, x2 raised to 4 ആണ് തന്നിരിക്കുന്നത്. x1 എന്ന് പറയുന്നത് 3 ആണ്, x2 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഇക്വേഷൻ അങ്ങോട്ട് സോൾവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. സോ q is equal to 5 into x1 raised to 2, that is 3 raised to 2 into 2 raised to 4, 2 raised to 4 is equal to എങ്ങനെയാണ് വരിക? 5 into 9 into 16 അല്ലേ? ഓക്കെ, ചെയ്യൂ. എത്ര കിട്ടിയത് ആൻസർ? is equal to 720. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാലോ. വളരെ ഈസിയാണ്. വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് 2 മാർക്ക് 3 മാർക്ക് എക്സാമിന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇത് ഏത് പ്രൊഡക്ഷൻ ഫങ്ഷനാണെന്ന് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇഫ് ആൽഫ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇഫ് ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് എന്ന് പറഞ്ഞു. ഇഫ് ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് വരുന്നത്? ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 2 plus 4 അല്ലേ? എക്സ് റേസ് ടു 2, x raised to x1 raised to 2, x2 raised to 4 അതല്ലേ? ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 2 and 4. So 2 plus 4 is equal to 6. 6 is always greater than 1. So എന്ത് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്? പറയൂ. It is increasing returns to scale. വളരെ സിമ്പിൾ അല്ലേ? എത്ര പെട്ടെന്ന് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ പ്രോബ്ലം? സോ വി ക്യാൻ ഡു വൺ മോർ പ്രോബ്ലം. എന്നാൽ എഴുതിക്കോളൂ അടുത്ത പ്രോബ്ലം. ഇഫ് q is equal to 25 x1 raised to 0.75 x2 raised to 0.25 where x1 is equal to 100 and x2 is also 100. Find the production function. ചെയ്തൂടെ? വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. q is equal to x1 raised to 0.75 x2 raised to 0.25. x1 is 100, x2 is 100. ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? q is equal to എങ്ങനെയാണ് ചെയ്യുന്നത്? 25 into 100 raised to 0.75 into 100 raised to 0.25 അല്ലേ? is equal to 25 into 100 is equal to, that is 2500. ഇനി ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു എന്താണ് നോക്കൂ? 0.75 പ്ലസ് 0.25 is equal to 1. So here alpha plus beta is equal to 1. So in the which is the stage of production function? It is the CRS,
constant returns to scale. Okay, clear? Thank you.